എത്രയോ മാതാപിതാക്കളുടെ വേദനയാണെന്നറിയോ. എൻ്റെ അച്ഛാ മക്കൾ പോയച്ച കഴിഞ്ഞ ദിവസം കൂടി വന്നൊരു സഹോദരി, ഇതിനെ തിരുപ്പുണ്ടോന്ന് എനിക്കറിയില്ല. 40 വയസ്സായിട്ടുള്ള ഒരു ടീമിനെയാണ് മകള് പ്രേമിച്ചുകൊണ്ടിരിക്കുന്നത്. അവൾക്ക് 22 വയസ്സ് 21 വയസ്സാണ് ഉണ്ടായിട്ടുള്ളത്. അവരാണെങ്കിൽ കല്യാണം കഴിഞ്ഞ് പിള്ളേരൊക്കെ ഉണ്ട്. ഇവൾക്ക് അവനെ തന്നെ കെട്ടണം. അപ്പം അവൻ പറഞ്ഞ് അത് കുഴപ്പമൊന്നുമില്ല, ഞാൻ അവളെ ഉപേക്ഷിച്ചിട്ട് നിന്നെ കെട്ടിക്കോളാന്നാ പറഞ്ഞേക്കുന്നത്. എന്നാ ചെയ്യാനാ? അങ്ങനെ പെട്ടെന്ന് ഉപേക്ഷിക്കാൻ പറ്റുന്ന ഒരു ടീമാണ് അവർ. അവർക്ക് ഇങ്ങനെ ഒന്ന് പറഞ്ഞ് 1, 2, 3 എന്ന് പറഞ്ഞാൽ അവർക്ക് ഉപേക്ഷിക്കാം, എന്നിട്ട് അടുത്തതിന് എടുക്കാം. 3 പ്രാവശ്യം പറഞ്ഞാൽ മതി. 40 വയസ്സുണ്ട് അവന്. ഇവൾക്ക് 22 വയസ്സാകാണ്ടേ ഉള്ളൂ. നഴ്സിംഗ് അങ്ങോട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കുടുംബത്തിൻ്റെ അവസ്ഥ അമ്മ ആ തള്ള പറയണ്ട, അച്ഛാ കല്യാണം കഴിക്കാത്തെങ്കിൽ ആയിരുന്നെങ്കിൽ കെട്ടിച്ചുവിടായിരുന്നു, തലമുക്കി നടക്കണ്ടേ. കെട്ടാത്ത ആയിരുന്നെങ്കിലും കെട്ടിച്ചുവിടാം. 40 അല്ല 50 ആണെങ്കിലും പോട്ടെന്ന് വിചാരിക്കാം. ഇത് ഇവൾക്ക് വേണ്ടി അവളെ കളഞ്ഞേക്കാന്നാ പറഞ്ഞേക്കുന്നത്. കുറച്ച് കഴിയുമ്പോൾ ഇവിളെയും കളഞ്ഞിട്ട് പിന്നെ ആരെങ്കിലും പുറകെ പൊക്കോളും. വല്ലാത്ത ഒരു ഭാരവും. ഉറങ്ങാൻ പറ്റുമോ ആലോചിച്ചിട്ട് ടെൻഷൻ കയറിയിട്ട് ഇവരോട് പറഞ്ഞ കേൾക്കോ? പിശാച് കയറി കഴിഞ്ഞാൽ പിന്നെ മനസ്സ് അന്ധമായി പോയി കഴിഞ്ഞാൽ, അല്ലേ, മനസ്സിനെ അന്ധമാക്കുന്ന ദുരാത്മ, മൈൻഡ് ബ്ലൈൻഡിങ് സ്പിരിറ്റ് എന്നാണ് പറയുന്നത്. മനസ്സിനെ അന്ധമാക്കുന്ന ദുരാത്മാവ്. അത് കയറി കഴിഞ്ഞാൽ ആരെന്നാ പറഞ്ഞാലും കയറുകയല്ല, തലകത്ത് കയറുകയല്ല. തലമണ്ട അടിച്ച് പൊട്ടിച്ചാൽ പോലും പൊട്ടിച്ചോളാനേ പറയുള്ളൂ, എന്നാലും ഇതിനുള്ളിൽ കയറുകയല്ല. റീസലോ. അപ്പം അങ്ങനെ കൊള്ളപ്പോൾ നമ്മൾ അതിനകത്ത് നമുക്ക് പ്രത്യേകിച്ച് മുന്നോട്ട് ആ വ്യക്തിയോടുള്ള സംഭാഷണത്തിലോ സംസാരത്തിലോ ഒന്നും ഒരു പരിഹാരവും കിട്ടാൻ പോകുന്നില്ല. ഇവരെ നമ്മളിനി പ്രാർത്ഥിക്കാൻ കൊണ്ടുവന്ന് വെച്ചോ, അങ്ങോട്ട് കൊണ്ടുവന്ന് വെച്ചോ, അപ്പം ഇവരെ എങ്ങോട്ടൊക്കെ കൊണ്ടുവന്ന് അത് അവരെ കൂടുതൽ കഠിന ഹൃദയരാക്കി മാറ്റുള്ളൂ. കഠിന ഹൃദയരാക്കി മാറ്റും. കാരണം ഇവർക്കറിയാം, ഇവരുടെ തിന്മയ്ക്കറിയാം എന്താണ് കൊണ്ടുപോകുന്നത്. അതിനുവേണ്ടി ഇവർ ഓട്ടോമാറ്റിക്കായിട്ട് ഉള്ളിലുള്ള തിന്മ ഇവരുടെ മനസ്സിനെ ഇങ്ങനെ പോകണ്ട കേട്ടോ, എന്തിനാ പോകുന്നേ, നിന്നെ നന്നാക്കാൻ കൊണ്ടുപോകുന്ന, നിന്നെ ശരിയാക്കാൻ കൊണ്ടുപോകുന്ന, പോകണ്ട കേട്ടോ. എന്നില്ലെങ്കിൽ ഇവർ പോകുകയല്ല. പോയാൽ തന്നെ അവിടെ ചെന്നിരുന്നാൽ ഒരു പറയുന്നൊന്നും കേൾക്കുകയില്ല. എൻ്റെ അടുത്തൊരു പെങ്കൊച്ചിനെ കൊണ്ടുവന്നാ നമ്മുടെ അറിയപ്പെടുന്ന എല്ലാ ധ്യാന കേന്ദ്രങ്ങളിലും കൊണ്ടുപോയി അവരെ കൊണ്ടൊക്കെ തല കൈവിച്ച് പ്രാർത്ഥിക്കും, വിടുതൽ പ്രാർത്ഥനയും ഡെലിവറൻസ് പ്രയറൊക്കെ നടത്തിയതാണ്. അവസാനം പിന്നെ വീട് കാല് പിടിച്ച് അവളെ കൊണ്ടുവന്നു. എന്ത് പറഞ്ഞു, എൻ്റെ അച്ഛാ ആണ്ട ഈ സാധനം എല്ലായിടത്തും കൊണ്ടുപോയച്ചാ. അപ്പോൾ അവൾ പറഞ്ഞെന്നറിയാമോ, ഞാൻ പറഞ്ഞിട്ടാണോ നിങ്ങൾ കൊണ്ടുപോയേ? അല്ലല്ലോ, ഞാൻ പറഞ്ഞിട്ടല്ലല്ലോ കൊണ്ടുപോയെ. ഇപ്പം ഇവിടെ വന്നിരിക്കുന്നത് ഞാൻ പറഞ്ഞിട്ടാണോ? ഇപ്പം ഈ അച്ഛനെ കാണാമെന്ന് പറഞ്ഞ് ഇവിടെ കൊണ്ടുവന്നിരുന്നത് ഞാൻ പറഞ്ഞിട്ടാണോ? അല്ലല്ലോ. ആ പറഞ്ഞോ, അതിന് പറഞ്ഞോ. ഇനി നമ്മൾ അവിടെ നിന്ന് എന്നാ പറഞ്ഞാലും ഒരു കാര്യമില്ല. കാരണം ആത്മാവിന്റെ പ്രവർത്തനം നമ്മൾ ബ്ലോക്ക് ചെയ്ത് നിർത്തിയേക്കുക. അങ്ങനെയുള്ള സമയങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് നമ്മൾ പറയില്ലേ, നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങാത്ത ചില ജീവിതത്തിൻ്റെ, പ്രത്യേകിച്ച് മാതാപിതാക്കൾ അനുഭവിക്കുന്ന മക്കളുമായി ബന്ധപ്പെട്ടുള്ള വല്ലാത്ത അസ്വസ്ഥകളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ വരുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്, എന്ത് ചെയ്യണം? ഒറ്റ വഴിയുള്ളൂ. എന്ത് ചെയ്യണം? നിങ്ങൾ സമാധാനത്തിൽ ദൈവത്തെ വിളിക്കുക. എങ്ങനെ വിളിക്കണം? നിങ്ങൾ കടന്ന് തലകുത്തി മറിഞ്ഞും തലകുത്തി നിന്നും നിങ്ങൾ നെഞ്ചത്തടിച്ചും ചിലർ കണ്ടു. അപ്പോൾ പിള്ളേരുടെ മുമ്പിൽ വെച്ചാണ് ചങ്കത്തടിക്കുന്നത്. പിള്ളേർ അടിച്ചോ, കാരണം അവളുടെ ചങ്കത്തല്ലല്ലോ അടിക്കുന്നത്, തള്ളയുടെ ചങ്കത്തല്ലേ. അടിച്ചോ ഇച്ചിരി പഴയ ശബ്ദമൊന്നും വരുന്നില്ലല്ലോ, ബേസ് ഇച്ചിരി കുറവാണല്ലോ, കട്ടി ഇച്ചിരി കുറവാണല്ലോ, അടിച്ചോ എന്നൊക്കെ പറയും അല്ലേ. എന്നിട്ട് നമ്മളിങ്ങനെ കിടന്ന് ആ തള്ള കിടന്നു പശു അമ്പ കിടന്ന് അപ്പം കിടന്ന് ഭയങ്കര വിഷം വെച്ചും തല ചൊല്ലി അടിക്കും. ഇവിടെ തിരുവനന്തപുരത്ത് നിന്ന് ഒരപ്പൻ ഒരു പ്രഭാതത്തിൽ രാവിലെ ഞാൻ നോക്കി ഇപ്പോൾ നിൽക്കുക മകളെയും കൊണ്ട്. അപ്പൻ്റെ മുഖം മുഴുവൻ ഇവിടെയൊക്കെ അടിച്ച് കരിനീലിച്ച് കിടക്കും, നെറ്റിയൊക്കെ. +1 പഠിക്കുന്ന പെങ്കൊച്ച, അവരെ തന്നെ ഇടവകയിലുള്ള ഇച്ചിരി അലമ്പക്കുള്ളൊരു പയ്യൻ. രാത്രി ഈ മാതാപിതാക്കൾ അറിയാതെ ഈ പെങ്കൊച്ച് പുറംവാതിൽ തുറന്നു കൊടുത്ത് ഈ പയ്യനെ ഇവളുടെ കിടപ്പുമുറി കയറ്റി. ഇവൾക്ക് പിറ്റേ ദിവസം പരീക്ഷകളാ. അപ്പനൊരു 4-4 ഇവള് വിളിച്ച് കൊട്ടി എഴുന്നേറ്റതും ഇവള് വാല് തുറക്കുന്നു. എടി എഴുന്നേക്ക്,
പഠിക്കണ്ടേ? അപ്പം കുറെ ബഹളം വെച്ചു കുത്തി. അവസാനം ഒരു വാതിൽ തുറന്നപ്പോ ആ പയ്യൻ ഈ പുള്ളിയുടെ ഫ്രണ്ടിൽ കൂടി നേരെ അങ്ങോട്ട് പോയി. അവള് പറഞ്ഞെന്നു പറഞ്ഞു, അച്ഛാ ഞാൻ പിടിച്ചില്ല, ഞാൻ ബഹളം ഉണ്ടാക്കിയില്ല. അപ്പം കാരണം എൻ്റെ മകളുടെ ഭാവിയാണ്, എൻ്റെ മകളുടെ ഭാവി. എൻ്റെ വീട്ടിൽ അവൻ കയറിയത്, എൻ്റെ വീട്ടിനുള്ളിൽ എൻ്റെ മകളുടെ മുറിക്കുള്ളിൽ അവൻ വരണമെങ്കിൽ അവള് തുറന്നു കൊടുക്കാതെ അവൻ വരുമോ? ഞാൻ ഒച്ച ഉണ്ടാക്കില്ല, എൻ്റെ മകളുടെ ഭാവി അറിഞ്ഞ് ഞാൻ ഒച്ച ഉണ്ടാക്കി. പക്ഷെ പുള്ളിക്ക് അത് താങ്ങാൻ പറ്റുന്നതിൽ ഉപരിയായിരുന്നു. പുള്ളി തല മതിലേൽ അടിച്ചടിച്ചടിച്ച് ഇവിടെ വരുമ്പോൾ ഇവിടെ എല്ലാം പൊട്ടി. ഭാര്യയും ഭർത്താവോട് എന്നിട്ട് ഈ പെങ്കുച്ചനും കൂടി കൂട്ടിക്കൊണ്ടു വന്നേക്കുക. തിരുവനന്തപുരത്തുനിന്ന് രാവിലെ അവിടെ നിന്ന് ആദ്യത്തെ ട്രെയിൻ കയറി വന്നേക്കുക. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞപ്പോൾ അവിടെ നിൽക്കുക. ഇപ്പം നമ്മൾ അപ്പോൾ ഈ ഒരു പ്രശ്നം നമ്മൾ അങ്ങോട്ട് വല്ലാതെ ഡിസ്റ്റർബ്, നമ്മളെ തന്നെ അങ്ങോട്ട് പീഡിപ്പിക്കാൻ തുടങ്ങും. പല മാതാപിതാക്കൾക്കും പറ്റുന്ന ഒരു അപകടകരമായ അവസ്ഥയാണത്. നമുക്കെല്ലാവർക്കും ജീവിതത്തിൽ സ്വതന്ത്രമായ തീരുമാനങ്ങൾ എടുക്കാൻ ദൈവം കഴിവ് തന്നിട്ടുണ്ട്, സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. നന്മ ഏതാണ് തിന്മ ഏതാണ് എന്ന് മനസ്സിലാക്കാൻ, ഗ്രഹിക്കാനുള്ള, നന്മ തിരഞ്ഞെടുക്കാനും തിന്മ ഉപേക്ഷിക്കാനുള്ള സ്വാതന്ത്ര്യം ദൈവം നമുക്കെല്ലാവർക്കും തന്നിട്ടുണ്ട്. അപ്പോ നമ്മള് മാതാപിതാക്കള് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മക്കളുടെ ജീവിതവുമായി നിങ്ങളുടെ വൈകാരിക മനുഷ്യനെ, നിങ്ങളുടെ മനസ്സിനെ വല്ലാതെ തളർത്തുന്ന തകർക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ആ സാഹചര്യങ്ങളിൽ നിങ്ങൾ കർത്താവിൽ സമാധാനം കണ്ടെത്തിയില്ല എങ്കിൽ വിദൂര ഭാവിയിൽ അവരിൽ തിന്മ പ്രവർത്തിക്കുന്നത് പോലെ നിങ്ങളിലും തിന്മ പ്രവർത്തിക്കാൻ തുടങ്ങും. ആകുലതയുടെയും നിരാശയുടെയും അമിത ദുഃഖത്തിന്റെ ഒക്കെ തിന്മ നിങ്ങളെ ഭരിക്കാൻ തുടങ്ങും. പിന്നീട് നിങ്ങൾ മാരക രോഗികളായിട്ട് മാറും. അപ്പൊ ചിലപ്പോൾ അവൾ അവസാനം നിങ്ങളുടെ പ്രാർത്ഥന കണ്ണുനീര് കൊണ്ട് ചിലപ്പോൾ അവനോ അവളോ ചിലപ്പോൾ മാനസാന്തരപ്പെട്ടെന്ന് വിചാരിക്കും, അവരുടെ ലൈഫിൽ കർത്താവ് ഇടപെട്ടെന്ന് വിചാരിക്കും. അപ്പൊ നിങ്ങളോ? ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ആര് പ്രാർത്ഥിക്കും? ഇവര് പ്രാർത്ഥിക്കുക, അവര് പ്രാർത്ഥിക്കല്ല, നിങ്ങൾ നോക്കണ്ട കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങളുടെ സൗഖ്യത്തിന് വേണ്ടി ആര് പ്രാർത്ഥിക്കും? അതുകൊണ്ട് ഈ ഒരു ആത്മീയ വിവേകം നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് മാതാപിതാക്കളോട് ഞാനിത് പറയാനുള്ള കാരണം, ഒത്തിരി മാതാപിതാക്കളും മക്കളെ ഓർത്ത് രാവും പകലും കണ്ണുനീര് കുടിക്കുന്ന മാതാപിതാക്കളുണ്ട്. സ്വസ്ഥതയില്ലാതെ സമാധാനമില്ലാതെ വല്ലാതെ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒത്തിരി മാതാപിതാക്കളുണ്ട്. ഒന്നുറങ്ങാൻ പോലും, രാത്രിയുടെ യാമങ്ങളിൽ ഒന്ന് സുഖമായിട്ടൊന്ന് ഉറങ്ങാൻ പോലും പറ്റാതെ വല്ലാതെ അസ്വസ്ഥതകളിലായിരിക്കുന്ന മാതാപിതാക്കളുണ്ട്. നിങ്ങൾക്കുള്ള സുവിശേഷമാണ്, നിങ്ങളാദ്യം കർത്താവിൽ ഈ അനുഭവത്തിന്റെ നടുവിൽ സമാധാനം കണ്ടെത്തുവിൻ. നിങ്ങളുടെ ഹൃദയം കർത്താവിൽ ഉറപ്പിക്കുവിൻ. അപ്പോ നിങ്ങൾക്ക് സമാധാനമുണ്ട്. മറ്റേ നിങ്ങളുടെ നിയന്ത്രണത്തിലല്ലോ, നിങ്ങളുടെ കൈപ്പാങ്ങിലാണ്. നിങ്ങൾ അടിച്ചാൽ നന്നാവും, നിങ്ങൾ പറഞ്ഞാൽ നന്നാവും, നിങ്ങൾ എന്തെങ്കിലും ചെയ്താൽ നന്നാവുമെങ്കിൽ ഓക്കെ. ഇതൊന്നും ആ ഒരു സാഹചര്യവും ആ ഒരു അവസ്ഥയും കൈവിട്ട് നിൽക്കുന്ന ഒരവസ്ഥയാണ് എങ്കിൽ പിന്നെ നിങ്ങൾ ഭാരപ്പെട്ടുകൊണ്ട് ആ പ്രശ്നം മാറുന്നുണ്ടോ? ഇല്ല. ആ പ്രശ്നത്തെ ദൈവത്തിന് കൊടുത്തിട്ട് ഈ പറയുന്ന യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 26-ാം അധ്യായം 3-ാമത്തെ വചനം നിങ്ങൾ ഹൃദയത്തിൽ ഉറപ്പിക്കണം, ഹൃദയത്തിൽ എഴുതിയിടണം. നമ്മൾ എവിടെയാണ് നമ്മുടെ ഹൃദയം ഉറപ്പിക്കേണ്ടതെന്നാണ് വചനം പറയുന്നത്. എവിടെയാണ് നമ്മുടെ ഹൃദയം ഉറപ്പിക്കേണ്ടത്? അപ്പോ ദൈവം ഒരുക്കുന്ന ഒരു സമാധാനത്തിന്റെ പൂർണ്ണതയുണ്ട്. അതിൻ്റെ തികവിൽ കർത്താവ് നമ്മളെ സംരക്ഷിക്കും, നമ്മളെ. അപ്പൊ നമുക്ക് സമാധാനത്തിൽ, അതായത് ദൈവിക സ്വഭാവത്തോട് ചേർന്ന് പ്രാർത്ഥിക്കാൻ പറ്റും. നിരാശപ്പെട്ടുകൊണ്ടല്ല, ആകുലപ്പെട്ടത് കൊണ്ടല്ല, സ്വയം പഠിച്ചുകൊണ്ടല്ല, പരാതി പറഞ്ഞുകൊണ്ടല്ല, പെറുപെറുത്തുകൊണ്ടല്ല, കർത്താവിൽ വിശ്വാസം അർപ്പിക്കുകയും ഹൃദയം കർത്താവിൽ ഉറപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റും. കിട്ടിയോ? എന്നതാ? കർത്താവിൽ ഹൃദയം ഉറപ്പിച്ചിരിക്കുന്നവനെ, ഉറക്കെ പറ. ആരില? എല്ലാവരും ഒന്ന് ഉറക്കെ പറഞ്ഞേ. കർത്താവിൽ ഹൃദയമുറപ്പിച്ചിരിക്കുന്നവനെ. ആരിലാണ്? ആ വാക്ക് മാറിപ്പോയ പോയി, എല്ലാം പോയി. അതുകൊണ്ട് അത് വീട്. മക്കളിൽ ഹൃദയം ഉറപ്പിച്ചാൽ തീർന്ന്, പിന്നെ നിങ്ങൾക്ക് ആജീവനാന്ത സ്വസ്ഥത ഉണ്ടാവില്ല.
മരിക്കുന്നത് വരെ നിങ്ങൾ, കാരണം നിങ്ങൾ മരിച്ചാലും മക്കൾ മരിക്കുകയല്ല, അതാണ് പ്രശ്നം. അപ്പൊ അവര് ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നിങ്ങൾ ജീവിച്ചിരിപ്പുണ്ട്. അപ്പൊ മക്കളിലാണ് നിങ്ങളുടെ ഹൃദയം ഉറപ്പിക്കപ്പെട്ടതെങ്കിൽ, ഭർത്താവിലാണ് നിങ്ങളുടെ ഹൃദയം ഉറപ്പിക്കപ്പെട്ടിരിക്കുന്നെങ്കിൽ, സമ്പത്തിലോ കുടുംബ ഏതെങ്കിലും ഭൗതിക കാര്യങ്ങളിലൊക്കെയാണ് ഹൃദയം ഉറപ്പിക്കപ്പെട്ടതെങ്കിൽ, അവിടെയുണ്ടാകുന്ന അസ്വസ്ഥതകളൊക്കെ നിങ്ങളുടെ ഹൃദയത്തെ കീറി മുറിക്കുകയും ഹൃദയത്തിന്റെ സമാധാനം കവർന്നെടുക്കുകയും ചെയ്യും. സമ്പത്തിലാണെങ്കിൽ സമ്പത്ത് നഷ്ടപ്പെട്ടു പോകുമ്പോൾ സമാധാനം നഷ്ടപ്പെട്ടു. നിങ്ങളുടെ സമ്പത്ത് പോകുമ്പോൾ സമാധാനവും കവർന്നെടുത്തോണ്ട് പോകും. മക്കളിലാണെങ്കിൽ മക്കൾ പോകുമ്പോൾ മക്കൾ നിങ്ങളുടെ സമാധാനവും കൊണ്ടുപോകും. നിങ്ങളുടെ ആരോഗ്യമാണോ, ആരോഗ്യത്തിലാണോ, ആരോഗ്യം പോകുമ്പോൾ അതിലൂടെ നിങ്ങളുടെ സമാധാനം കൊണ്ടുപോകും. എന്തിലാണോ നിങ്ങളുടെ ഹൃദയം ഉറപ്പിച്ചിരിക്കുന്നത് അതിലുണ്ടാകുന്ന അസ്വസ്ഥതകൾ, വ്യതിചലനങ്ങൾ, എന്തെല്ലാം മാറ്റം, അതെല്ലാം നിങ്ങളുടെ ഹൃദയത്തിന്റെ സമാധാനത്തെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കും. കർത്താവിലാണെങ്കിലോ കർത്താവ് മാറ്റമില്ലാത്തവനാണ്. ഹല്ലേലൂയ. നിത്യസ്നേഹത്തിന്റെയും നിത്യസമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും ഉറവിടവും ഉറവയുമായ ദൈവം, ഇന്നലെയും ഇന്നും എന്നും ഒരാളായവൻ, ആദിയും അന്തവുമായവൻ, മാറ്റമില്ലാത്തവൻ, അവനിലാണ് നിന്റെ ഹൃദയം ഉറപ്പിച്ചിരിക്കുന്നതെങ്കിൽ എന്തെല്ലാം മാറിയാൽ, ലോകവും അതിൻ്റെ മോഹങ്ങളും കടന്നുപോയാലും, എന്തെല്ലാം മാറിയാലും, മക്കളുടെ സ്വഭാവം മാറിയാലും, ജീവിത പങ്കാളിയുടെ സ്വഭാവം മാറിയാലും, മരുമക്കളുടെ സ്വഭാവം. അവൾ കോടതി മുറിയിൽ വെച്ച് അവൾ പറഞ്ഞു, എനിക്ക് അപ്പനെ അമ്മേനെ വേണ്ട, ഞാൻ ഇവൻ്റെ കൂടെ പൊക്കോളാന്ന് പറഞ്ഞു. കൃത്യം 18 വയസ്സ് കഴിഞ്ഞ് പിറ്റേ ദിവസം അവൾ പോയി. അപ്പം പറഞ്ഞു, എൻ്റെ അച്ഛാ, എൻ്റെ ചങ്കിലിട്ട നെഞ്ചത്തിട്ട ഈ കുഞ്ഞിനെ ഞാൻ വളർത്തിയത് ഒറ്റ മോളാണെന്ന് പറഞ്ഞു. ഒറ്റ മോള്. ഇവൾ ഇന്ന് വരെ മാറി കടന്നിട്ടുമില്ല. അതായത് ആ സമയത്ത് അവൾക്ക് മാറി കടന്നിട്ടില്ല. ഒരു ദിവസം കണ്ട് ഇവരങ്ങനെ പിക്നിക്കിന് പോകുന്ന വേണ്ടിയിട്ട് അങ്ങോട്ട് സ്കൂളിൽ നിന്ന് അങ്ങോട്ടൊക്കെ ഒരു നൈറ്റൊക്കെ പോകണം, 10ാം ക്ലാസ്സിൽ അങ്ങോട്ട് പിക്നിക്കിനൊക്കെ പോകാൻ നേരത്ത് അവൾക്ക് രാത്രി അവൾ കരച്ചിലായിരുന്നു, ഭയങ്കര ബഹളവും കരച്ചിലൊക്കെ ആയിരുന്നു പിക്കിന് പോയിട്ട്. കാരണം അപ്പം കൂടെ ഇല്ലാത്തത് കൊണ്ട് കുഞ്ഞുനാൾ മുതലേ അപ്പൻ്റെ നെഞ്ചിൽ കിടന്നാണ്. അപ്പന് വലിയ സ്നേഹമാണ്, അപ്പം പിള്ളേരോട് അപ്പന്മാർക്ക് വലിയ സ്നേഹമായിരിക്കുമല്ലോ അല്ലേ. അപ്പോൾ അപ്പനെ നെഞ്ചിലിട്ട് അതിനെ വളർത്തിയത്. ആ പെങ്കൊച്ചാണ് കൃത്യം 18 തികഞ്ഞ് പിറ്റേ ദിവസം അവള് ഈ അപ്പനും അമ്മയും മുമ്പിൽ നിർത്തിയിട്ട് പറഞ്ഞ്, എനിക്ക് നിങ്ങളെ വേണ്ട, ഞാൻ ഇവൻ്റെ കൂടെ പൊക്കോളാന്ന്. 3 മാസം എങ്ങാണ്ട് ബസ്സിൽ യാത്ര ചെയ്തപ്പോൾ കണ്ട പയ്യന, അവിടെ മണിയടിക്കാൻ നിൽക്കുന്ന പയ്യനില്ലേ, അവൻ മണിയടിച്ചത് അവളെ അന്ത. ഈ പുള്ളി അങ്ങോട്ട് കംപ്ലീറ്റ് തകർന്നു പോയില്ലേ. പുള്ളിൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ ആർക്ക് വേണ്ടിയാ ജീവിക്കുന്നത്? ഞാൻ ആർക്ക് വേണ്ടിയാ ജീവിക്കുന്നത്? വേറെ ആരുമില്ല. ഒത്തിരി ഉണ്ടാക്കിയിട്ടുമുണ്ട്, ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ്, ഒത്തിരി സമ്പത്ത്, കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയുണ്ട്. ഇനി ആർക്ക് വേണ്ടിയിട്ടാണ്? ആർക്ക് വേണ്ടിയിട്ടാണ് ഇനി ജീവിക്കുന്നത് എന്നൊക്കെ പുള്ളി ചോദിക്കുന്നത്. ആ പുള്ളിക്കാരൻ ആ ദിവസങ്ങളിലൊക്കെ മാനസികമായിട്ട് ഈ ടെൻഷൻ കയറിയിട്ട് ചാകും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നതാണ് ഭാര്യ പുള്ളിനെ കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നത്. എന്തെങ്കിലുമൊക്കെ ഒന്ന് ആശ്വസിപ്പിക്കാനായിട്ട്. പുള്ളി എന്നെ ചെയ്യുന്ന പുള്ളിക്കാരത്തി, കാരണം അത്രയും സ്നേഹം ഉണ്ടായിരുന്നു. പുള്ളിയെ പറഞ്ഞിട്ട് കാര്യമില്ല, അത്രമാത്രം ആത്മാർത്ഥമായ സ്നേഹത്തിൽ വഞ്ചിക്കപ്പെട്ടപ്പോൾ, അതും അത്രമാത്രം സ്നേഹിച്ച തൻ്റെ മകളുടെ സ്വഭാവത്തിൽ ഒരു മാറ്റമുണ്ടായപ്പോൾ അത് താങ്ങാൻ പറ്റണില്ല. നമ്മുടെയൊക്കെ കൂടെ താമസിക്കുന്നവര് ഇന്നലകളിൽ വളരെ കംഫർട്ടബിളും വളരെ സ്വീകാര്യപരമായതും വളരെ സ്നേഹത്തിൻ്റെയും ഒക്കെ അനുഭവത്തിലൂടെ കടന്നുപോയി ഒരു സുപ്രഭാതത്തിൽ അങ്ങനെ അല്ലാതാകുമ്പോൾ, സ്നേഹിക്കപ്പെടാതെ പോകുമ്പോൾ, മുറിപ്പെടുത്തുന്ന വാക്കുകൾ പറയുമ്പോൾ, ഹൃദയത്തിന് ഭാരം സമ്മാനിക്കുന്ന കാര്യങ്ങൾ പരിപാടികളിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും വല്ലാത്ത ഭാരമുണ്ടാവും. ഈ ഭാരത്തെ, ഈ അസ്വസ്ഥതയും അതിജീവിക്കാനുള്ള വഴിയാണ് ഞാൻ പറയുന്നത്, ഹൃദയം കർത്താവിൽ ഉറപ്പിക്കുക. ഹല്ലേലൂയ. അല്ലത് പറഞ്ഞേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി ആ 11 വായിച്ച് 26:3. അങ്ങയിൽ ഹൃദയമുറപ്പിച്ചിരിക്കുന്നവനെ അങ്ങ് സമാധാനത്തിൻ്റെ തികവിൽ സംരക്ഷിക്കുന്നു. നിക്കട്ടെ, എന്താ പറഞ്ഞ? ഹൃദയമുറപ്പിച്ചിരിക്കുന്നവനെ അങ്ങ് സമാധാനത്തിൻ്റെ തികവിൽ
എന്ന് പറഞ്ഞാൽ സമാധാനത്തിന്റെ പൂർണ്ണതയിൽ സംരക്ഷിക്കുന്നു എന്ന് പറഞ്ഞാൽ എപ്പോഴും അങ്ങനെ കാത്തുകൊള്ളുന്നു. ആ സമാധാനത്തിന്റെ പൂർണ്ണതയിലാണ് നീ എപ്പോഴും പോകുന്നത്. അവിടെ എവിടെയെങ്കിലും ഇച്ചിരി കുറയോ ഇച്ചിരി താഴോ സമാധാനം ഒന്നുമില്ല. കർത്താവിൽ ഹൃദയം അർപ്പിച്ചിരിക്കുന്നവനെ എപ്പോഴും ഒരു സമാധാനത്തിന്റെ തികവിൽ പൂർണ്ണതയിൽ കർത്താവ് സംരക്ഷിക്കുക. ഹല്ലേലൂയ. അതാ നമ്മൾ ചുറ്റുപാട് ദൂരം പേരുടെ ജീവിതം നമ്മളിങ്ങനെ ഓരോ ദിവസവും കാണുകയും കേൾക്കുകയും ചെയ്യുന്നത്. എല്ലാം തീർന്നും എല്ലാം നശിച്ചും എല്ലാം നഷ്ടപ്പെട്ടും ഒക്കെ കടന്നു പോകുന്ന ചില ജീവിതങ്ങൾ എപ്പോഴും കർത്താവിൽ ഹൃദയം ഉറപ്പിച്ച് അച്ഛാ തമ്പുരാൻ നോക്കിക്കൊള്ളും, എല്ലാം ദൈവം തന്നതല്ലേ, ഇതുവരെ ദൈവമല്ലേ നടത്തിയേ, മുന്നോട്ട് ദൈവം നടത്തും. വേദനയൊക്കെ ഉണ്ടച്ചാ, വിഷമം ഉണ്ടച്ചാ, സഹനമൊക്കെ ഉണ്ടച്ചാ, എടുക്കാൻ പറ്റാത്തതിൻ്റെ അപ്പുറമായ പെയിനും വേദനയൊക്കെ ഉണ്ടച്ചാ, ഇത്രയും നടത്തിയില്ലേ, മുന്നോട്ടും കർത്താവ് നടത്തും. സിമ്പിൾ സുവിശേഷമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ സാധനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രശ്നങ്ങളില്ലെന്നോ വേദന എല്ലാം എല്ലാത്തിനും ഇത്രയൊക്കെ ദൈവം നടത്തിയില്ല അച്ഛാ, കർത്താവിൽ ആശ്രയിച്ചല്ലേ ഇതുവരെയൊക്കെ പോന്നേ, മുന്നോട്ട് ദൈവം നടത്തുവച്ചാ. ആ ഒരു വിശ്വാസത്തോടെ പൊക്കോണ്ടിരിക്കുക. നമ്മളത് അവരുടെ ജീവിതം കേട്ടിട്ട് നമുക്ക് തന്നെ ദൈവമേ നമ്മൾ വല്ലതായിരുന്ന ആ അവസ്ഥയിൽ ചിലപ്പോൾ തലയിൽ ചത്തേനെ. ആ അവസ്ഥയിലാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത്രയൊക്കെ ദൈവം നടത്തിയില്ല അച്ഛാ, കർത്താവ് നടത്തുവച്ചാ, ഈശോ നോക്കിക്കോളച്ചാ, ദൈവം മുന്നോട്ട് കൊണ്ടുപോയിക്കോളും. ഹല്ലേലൂയ. എന്നുവെച്ചാൽ അവരുടെ സ്വകാര്യ ജീവിതത്തിന്റെ സന്തോഷം ദൈവത്തോടുള്ള ബന്ധത്തിൽ ഇന്നും അതിന്റെ പൂർണ്ണതയിൽ സംരക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. കുടുംബത്തിലേക്ക് നോക്കുമ്പോൾ, മക്കളിലേക്ക് നോക്കുമ്പോൾ, ജീവിത പങ്കാളിയിലേക്ക് നോക്കുമ്പോൾ, ഇതിലേക്കൊക്കെ നോക്കുമ്പോൾ മുഴുവൻ സ്വസ്ഥതക്കേടാണ്, സമാധാനം പോകുന്ന സാഹചര്യമാണ്. എന്നാൽ അവരുടെ സ്വകാര്യ ജീവിതത്തിന്റെ സന്തോഷവും സമാധാനവും ഇപ്പോഴും കർത്താവിൽ ഹൃദയമുറപ്പിച്ചിരിക്കുന്നത് കൊണ്ട് കർത്താവ് സമാധാനത്തിന്റെ തികവിൽ അവരെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുക. എവിടെ നിന്നാണ് ഈ ബലം കിട്ടുന്നതെന്ന് വെച്ചാൽ എനിക്കറിയില്ല. ഒറ്റ അറിവേ ഉള്ളൂ. വചനം പറയുന്നത് കർത്താവിലാണ് അവിടെ ഹൃദയമുറപ്പിച്ചിരിക്കുന്നത്. കർത്താവ് കൊടുക്കുന്നൊരു ധൈര്യമുണ്ട്, മനുഷ്യരിലല്ല. അല്ലെ, സങ്കീർത്തനം 118:8 മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ ദൈവത്തിൽ അഭയം തേടുന്നതാണ് നല്ലത്. ഹല്ലേലൂയ. ഇനി കൂട്ടിച്ചേർക്കുന്ന ഇങ്ങനെയാണ്, സമാധാനത്തിന്റെ തികവിൽ സംരക്ഷിക്കുന്നു പറയാണ്. എന്തെന്നാൽ അവൻ അങ്ങയിൽ ആശ്രയിക്കുന്നു. ഒറ്റ വാക്കിൽ അതങ്ങോട്ട് കൺക്ലൂഡ് ചെയ്ത്. കാരണം അവൻ അങ്ങയിൽ ആശ്രയിക്കുന്നു, അതുകൊണ്ട് അങ്ങ് അവനെ സംരക്ഷിക്കുന്നു. കണ്ടോ, അവൻ അങ്ങയിൽ ആശ്രയിക്കുന്നു, അങ്ങ് അവനെ സംരക്ഷിക്കുന്നു. സമാധാനത്തിന്റെ തികവിൽ സംരക്ഷിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അല്ലെ, എല്ലാവരും വരുമ്പോൾ പ്രാർത്ഥിക്കാൻ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഇത് തന്നെയാണ്. അച്ഛാ സമാധാനമില്ല, അച്ഛാ സമാധാനമില്ല, അച്ഛാ സമാധാനമില്ല, അച്ഛാ. ഇപ്പൊ എൻ്റെ കയ്യിലുണ്ടെങ്കിലും കൊടുക്കാൻ പറ്റുന്ന സാധനമല്ലല്ലോ ഇത്. മാർക്കറ്റിൽ നിന്ന് മേടിക്കാൻ കിട്ടുന്ന ആയിരുന്നെങ്കിൽ എന്ത് എളുപ്പമായിരുന്നു. ഈ ശുശ്രൂഷയൊക്കെ നിർത്തിയിട്ട് ആ ഓഫീസിൽ ഒരു 10 കിലോ സമാധാനം മേടിച്ച് നോക്കിയാണെങ്കിൽ വരുന്നവർക്ക് റേറ്റും കൂടി അങ്ങോട്ട് ഫിക്സ് ചെയ്യുവാണെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യുക, വരുന്നവർക്ക് ഓരോരുത്തരുടെ സാഹചര്യമൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ച് അവർക്ക് ഇപ്പോൾ 1/2 കിലോ സമാധാനം വേണമെങ്കിൽ 1/2 കിലോ കൊടുക്ക്, 1/4 കിലോ മതിയും 1/4 കിലോ കൊടുക്ക്. ഇത് പറ്റി ഒരു സാധനമല്ലല്ലോ, കാശ് കൊടുത്ത് മേടിച്ചാൽ കിട്ടുന്നതല്ല. ലോകത്തിന് തരാൻ പറ്റുന്നതല്ല സമാധാനമെന്ന് ഈശോ പറഞ്ഞിട്ടുണ്ട്. ലോകത്തിന് നിങ്ങൾക്ക് സമാധാനം തരാൻ പറ്റില്ല. കണ്ടോ, എന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ ഒരു വിനിമയത്തിനും തരാൻ പറ്റുന്ന വിഷയമല്ല ഈ സമാധാനം എന്ന് പറയുന്നത്. അത് കർത്താവിൽ ഹൃദയമുറപ്പിക്കുന്നവന് മരണത്തോളം അവന്റെ ജീവിതത്തിന്റെ ഭാഗമായി ദൈവം തരുന്ന സ്വർഗീയ സൗഭാഗ്യമാണ്, സന്തോഷമാണ്, സ്വർഗത്തിന്റെ മുന്നാസ്വാദനമാണ് ഈ ലോക ജീവിതത്തിന്റെ സമാധാനം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഈശോടൊപ്പമുള്ള ഒരു ദൈവ പൈതലിന്റെ നിത്യമായ സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ഒരു മുന്നാസ്വാദനമാണ് ഒരുവൻ ഈ ലോകത്ത് യേശുക്രിസ്തുവിൽ ആയിരിക്കുമ്പോൾ, ഹൃദയം കർത്താവിൽ ഉറപ്പിക്കുമ്പോൾ അവൻ അനുഭവിക്കുന്നത്. ഒരു മുന്നാസ്വാദനമാണത്. നിത്യതയിൽ അവന്റെ ഹൃദയം കർത്താവിൽ ഉറപ്പിക്കപ്പെട്ടതാണ്.
അതുകൊണ്ടാണ് അവിടെ നിത്യജീവൻ, നിത്യമായ സമാധാനം, നിത്യമായ സ്നേഹം, നിത്യമായ ആനന്ദം എന്ന് പറയുന്ന പോലെ ഒരു ദൈവ പൈതൽ ഈ ലോക ജീവിതത്തിൽ അവന്റെ ഹൃദയം കർത്താവിൽ ഉറപ്പിക്കുമ്പോൾ അവൻ ഈ സ്വർഗത്തിൽ അനുഭവിക്കുന്നതിന്റെ മുന്നാസ്വാദനമാണ് ഈ ഭൂമിയിൽ അനുഭവിക്കുന്നത്. ഹല്ലേലൂയ. നമുക്കൊരു അസ്വസ്ഥത വരുമ്പോൾ, പ്രശ്നം വരുമ്പോൾ തലതല്ലി ചാകാനല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്. നിരാശപ്പെട്ട ജീവിതം പഴിച്ചും പരാതി പറഞ്ഞും ജീവിതം തള്ളി നീക്കാനല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്. ഇതിന്റെ ഒക്കെ നടുവിലും കർത്താവിനെ മഹത്വപ്പെടുത്തി ദൈവത്തിന് മഹത്വം കൊടുത്ത് ഇതുപോലെ കടന്നുപോയ ജീവിതത്തിന്റെ സഹനത്തിന്റെ വേളകളിൽ യേശു നമുക്ക് മാതൃകയായി തീർന്നതുപോലെ ദൈവമഹത്വത്തിന് മാതൃകയാകാൻ യേശു ക്രിസ്തുവിലൂടെ വിളി സ്വീകരിച്ചവരാണ് നമ്മൾ. ഹല്ലേലൂയ. നിങ്ങൾ 1 പത്രോസ് 2:21 എടുത്ത്, ഇതിനായിട്ടാണ് നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. എന്തെന്നാൽ ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി സഹിക്കുകയും നിങ്ങൾ അനുകരിക്കുന്നതിനു വേണ്ടി നിങ്ങൾക്ക് മാതൃക നൽകുകയും ചെയ്തിരിക്കുന്നു. പറയാണ്, ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി സഹിച്ചു. മാത്രം അവൻ സഹിച്ചു വന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ ഒരു 50 മുതലുള്ള അധ്യായങ്ങളൊക്കെ വായിക്കുമ്പോൾ സഹനദാസൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് 1, 2, 3, 4 എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇവിടെ എല്ലാം ഈശോയെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എത്രമാത്രം നമുക്ക് വേണ്ടി സഹിച്ചു, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി അവൻ അത്രമാത്രം പീഡകൾ ഏറ്റെടുത്തു. എന്നിട്ട് പറയാണ്, ഇതെല്ലാം എന്തിനു വേണ്ടിയിട്ടാ? എന്തെന്നാൽ ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി സഹിക്കുകയും നിങ്ങൾ അനുകരിക്കുന്നതിനു വേണ്ടി നിങ്ങൾക്ക് മാതൃക നൽകുകയും ചെയ്തിരിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതുകൊണ്ട് മുന്നോട്ടുള്ള ജീവിതത്തിൽ നമ്മൾ ചില ദൈവത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ ഈ ആത്മീയ ശുശ്രൂഷകളിലൊക്കെ ചില മർമ്മങ്ങൾ നമ്മൾ എന്നും സൂക്ഷിക്കേണ്ടതുണ്ട്. എല്ലാ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് വ്യക്തത കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മുടെ സ്വകാര്യ ജീവിതത്തിൽ ധൈര്യത്തിലും വിശ്വാസത്തിലും ദൈവസ്നേഹത്തിലും സമാധാനത്തിലൊക്കെ മുന്നോട്ട് പോകാനുള്ള ചില മർമ്മങ്ങൾ നമ്മൾ ഹൃദയത്തിൽ സൂക്ഷിക്കണം. അങ്ങനെ ഒരു മർമ്മമാണ് ഹൃദയം കർത്താവിൽ ഉറപ്പിക്കുക. മാക്സിമം ഈ ലോകത്ത് എന്ത് സംഭവിക്കും? മാക്സിമം എന്ത് സംഭവിക്കും? മരിക്കുമായിരിക്കും, അല്ലേ? അതിൽ കൂടുതലൊന്നും സംഭവിക്കാൻ പോകുന്നില്ല, അല്ലേ? മാക്സിമം എന്നാ സംഭവിക്കും? മരിക്കുമായിരിക്കും. മരണത്തെ പോലും ഈശോ കീഴടക്കിയെന്ന വചനം പറയുന്നത്. 1 കൊരിന്ത്യർ 15:26 പറയുന്ന മരണമെന്ന മനുഷ്യന്റെ അവസാന ശത്രുവിനെ പോലും അവൻ കീഴടക്കി. പിന്നെ മരണമാണ് നമുക്ക് ഭയമെങ്കിൽ, മരിക്കും എന്നുള്ളതാണ് പേടിയെങ്കിൽ, അല്ലേ? എല്ലാ സഹനത്തിന്റെ അങ്ങേറ്റത്തിൽ നിൽക്കുന്ന മരണമാണല്ലോ. മാക്സിമം മരിക്കും. ആ മരണത്തെ പോലും ജയിച്ചവനാണ് ഈശോ. അപ്പോ അതുകൊണ്ടാണ് യേശുവിലായിരിക്കുന്നവൻ മരണത്തെ പോലും ഭയപ്പെടാതെ അനേകം രക്തസാക്ഷികൾ മരണത്തിലും ചങ്കുറ്റത്തോടെ ഭയമില്ലാതെ നിന്നതിനൊക്കെ കാരണം ഇവിടെയൊക്കെ ഹൃദയം അത്ര കണ്ട് കർത്താവിൽ ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഈ ശുശ്രൂഷ ജീവിതത്തിലൊക്കെ നിരന്തരമായി നമ്മൾ നടത്തുന്ന പരിശ്രമം ഇതാണ്, കർത്താവിൽ ഉറപ്പിക്കാൻ, ഹൃദയം കർത്താവിൽ ഉറപ്പിക്കാൻ. എന്തെല്ലാം സംഭവിച്ചാലും കർത്താവിൽ ഹൃദയം ഉറപ്പിക്കപ്പെട്ടിരിക്കാൻ. ഇതാണ് നമ്മൾ ഈ ശുശ്രൂഷകളിലൂടെ എല്ലാം നമ്മൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം. എൻ്റെ ദൈവമേ, നിന്നെ വിട്ടു പോകാതിരിക്കാൻ. ആരെല്ലാം വിട്ടുപോയാലും നിന്നെ വിട്ടു പോകാതിരിക്കാൻ. ആരെല്ലാം നഷ്ടപ്പെട്ടാലും നീ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ എൻ്റെ ഹൃദയം, എൻ്റെ ദൈവമേ, നിന്നിൽ ഉറപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ, വിശ്വാസത്തിന്റെ നാഥനായ കർത്താവിനെ കൺമുമ്പിൽ കണ്ടുകൊണ്ട് എൻ്റെ യാത്ര തുടരാൻ, പൂർത്തിയാക്കാൻ. ഹല്ലേലൂയ. ഇതൊരു മർമ്മമാണ്, അല്ലേ? കഴിഞ്ഞ ദിവസം കളരി പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പയ്യൻ ഇവിടെ വന്നായിരുന്നു. അപ്പം എനിക്കാണെങ്കിൽ നടുവേനെടുത്തിട്ട് എനിക്ക് ഒട്ടും പറ്റാതെ നിൽക്കുമായിരുന്നു. കഴുത്തിനൊക്കെ മറ്റേ പെരിന്തൽമണ്ണ പോയി വന്നിട്ട് സ്പോണ്ടോലിസിസ് പെയിൻ ഇതൊക്കെ വേണോട്. ഞാനിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞും മറന്നൊക്കെ നടക്കുക കുറച്ച് പേരൊക്കെയാണ്. അപ്പോൾ പറഞ്ഞ് അച്ഛന് ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ വൈകിട്ട് ഇച്ചിരി എണ്ണയൊക്കെ ഇട്ട് തിരുമ്മിത്തരാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഒരു കുഴപ്പമില്ല, വൈകിട്ട് മുറി പരിപാടിയൊക്കെ കഴിഞ്ഞാൽ വന്ന് എണ്ണയൊക്കെ ഇട്ട് പുറത്ത്. അപ്പം പറയണം, ഈ കളരി പഠിച്ചുകൊണ്ട് അച്ഛൻ എനിക്ക് തൊടാൻ പേടിയാന്ന് പറഞ്ഞു. കാരണം എന്താ, എല്ലായിടത്തും മറന്നോ, ഞാനിനി എവിടെയെങ്കിലും തൊട്ട് പിന്നെ അച്ഛൻ ഇങ്ങനെ അങ്ങനെ ഇരുന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ അത് തീർന്നില്ലേ? അപ്പോൾ ഇവർ ഈ മർമ്മങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ അവിടെ ഇവിടെ ഒന്നും തുടരരുത്, ഇടിക്കണമെങ്കിൽ ഇവിടെ ഇടിച്ചാൽ ഇപ്പം തീരും, ഇവിടെ ഒരു മർമ്മമുണ്ട്, ഇവിടെ എങ്ങാണ്ട് ഒരു മർമ്മം, അപ്പോൾ അവിടെയൊക്കെ ഒറ്റ കുത്തുന്നാൽ തീരും. ഇല്ല, നമ്മൾ പറയും ഇവിടെയൊക്കെ പോയിൻ്റൊക്കെ ഇവിടെ ഒരു മർമ്മം.
അപ്പം പറഞ്ഞു, അറിയാതെ അങ്ങനെ എവിടെയെങ്കിലും മാറി ഞാൻ തിരുമ്മിക്കഴിഞ്ഞാൽ അച്ഛനെങ്ങാൻ കംപ്ലീറ്റ് തീർന്നത്. അതുകൊണ്ട് ഈ പഠിച്ചു കഴിഞ്ഞപ്പോൾ ഈ തിരുമാൻ പേടിയാച്ച, കാരണം മർമ്മമാണ്. അത് ജീവനോളം വിലയുള്ളതാണ്. അതാണ് മർമ്മ, ജീവനോളം വിലയുള്ളതാണ് ഈ പറയുന്ന പോയിന്റുകളൊക്കെ. എന്ന് പറയുന്നത് പോലെ നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ ഒരു മർമ്മമാണ് ഹൃദയം കർത്താവിൽ ഉറപ്പിക്കുക. നിന്റെ ജീവിതത്തോളം വിലയുണ്ട്, അതിന് നിന്റെ ജീവനോളം വിലയുണ്ട്. നിന്റെ ജീവൻ നിലനിർത്താനുള്ള ഒരു മർമ്മമാണത്. ഹല്ലേലൂയ.